അപ്പോൾ പിന്നെ ഈ നരഭോജി കടുവേനെ കൂട്ടിലാക്കാനുള്ള ശ്രമം നമ്മൾ 2 ദിവസമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഈ കടുവ കൂട്ടിൻ്റെ അടുത്ത് ഇന്നലെയും ഇന്നുമായിട്ട് വന്നു, കൂടിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷേ കൂട്ടിൻ്റെ അകത്ത് കയറുന്നില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RRT ടീം ഇന്ന് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ കടുവേനെ അകപ്പെടുത്താനും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഗ്യാങ് തന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയി സെർച്ച് നടത്തി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പുറകിൽ നിന്ന് കടുവിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. ജയസൂര്യ എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അത് പിന്നെ അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു പരിക്കൊന്നും ഇപ്പോൾ നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടൻ്റെ ഇവിടെ ഒരു നഖം കൊണ്ടു കയറി എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിക്ക് എന്ന് പറയുന്നത്. അപകടത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊന്നും നിലവിലില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കി DFOൻ്റെ നേതൃത്വത്തിലുള്ള ടീം ആ ഫോറസ്റ്റിൽ തന്നെ പിന്നെ സക്കറിയയുടെ നേതൃത്വത്തിൽ തുടർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടുവേനെ ഇപ്പോഴും ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ കടുവ ഇങ്ങനെ നിന്ന് കിട്ടുന്നില്ല, വെടിവെക്കാനായിട്ട് നിന്ന് കിട്ടുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാട്ടിൽ തന്നെയാണ് ഇപ്പോഴും. ഇതിനെങ്ങനെ ലൊക്കാലിറ്റി ചെയ്ത് ഇങ്ങനെ കടുവേനെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമവും ഈ നിമിഷവും അവർ കാട്ടിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരിക്ക് പറ്റിയാൾക്ക് വേറെ വിഷയങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെ, കടുവയ്ക്ക് വെടിയിട്ടിട്ടില്ല. അതെ, ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടാമത്തെ ഒരു ആക്രമണമല്ല ഉള്ളത്. അപ്പോൾ ഇനി നമ്മുടെ കടുവനെ ക്യാച്ച് ചെയ്യാതെ നമുക്ക് ഇനി പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം രണ്ടാമത്തെ ഈ ഒരു ആക്രമണം കൂടി വന്നതിന് ശേഷം പ്രദേശവാസികൾ എല്ലാവരും വലിയ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് പിന്മാറാൻ നമുക്ക് ഒരിക്കലും സാധിക്കും തോന്നുന്നില്ല. അനുജ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഈ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കടുവ ആ പ്രദേശത്ത് പല സ്ഥലങ്ങളിലായി നിൽക്കുന്നുണ്ട്. കടുവയുള്ള ഏകദേശം ഒരു വലിയൊരു പ്രദേശം ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവർക്ക് അവരുടെ നടപടിക്രമവുമായി മുന്നോട്ട് പോകുന്നതിൽ അക്കാര്യത്തിൽ കൃത്യമായി കടുവ ഒരു സ്ഥലത്ത് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഇപ്പോൾ അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൗത്യം അത് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. അദ്ദേഹം അല്പസമയം മുൻപാണ് ഈ അരുൺ സക്കറിയുമായി ഫോണിൽ സംസാരിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം RRT സംഘത്തിൻ്റെ പരിശോധന, ഉൾക്കാട്ടിലുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ജയസൂര്യൻ എന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഈ ദൗത്യത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് നിലവിൽ അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മന്ത്രി പരിക്ക് പറ്റിയ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കടുവയുള്ള ഏകദേശം, അതായത് ഈ കടുവ ഉള്ള ഒരു ഏരിയ എന്നുള്ളത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക്, ഈ ദൗത്യ സംഘത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. സമീപത്തേക്ക് കടുവ എത്തുന്നുണ്ട്, പക്ഷേ കൂട്ടിനകത്തേക്ക് കയറുന്നില്ല എന്നാണ് അല്പസമയം മുൻപ് മന്ത്രി OR കേളു മാധ്യമങ്ങളോട് പറഞ്ഞത്. കടുവയെ പിടികൂടുക എന്ന ദൗത്യത്തിലേക്ക് തന്നെ കടക്കുകയാണ് ദൗത്യ സംഘം. അതിനൊക്കെയുള്ള സംഘാംഗങ്ങൾ അവിടെ തന്നെ ഉണ്ട്, തുടരുകയാണ് അവർ എന്ന് പറയുന്നു. അതിനിടെ ജയസൂര്യയുടെ ആരോഗ്യനിലയിൽ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. അദ്ദേഹത്തിന്റെ വലത് കൈയുടെ മുട്ടിന് മുകളിൽ പരുക്കേറ്റിട്ടുണ്ട്. പിറകിൽ നിന്നുള്ള കടുവയുടെ ആക്രമണം അത് ഷീൽഡ് കൊണ്ട് തടയുകയായിരുന്നു. നഖം കൊണ്ടുള്ള ചെറിയ മുറിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്നാണ് മന്ത്രി തന്നെ സ്ഥിരീകരിച്ചത്. അങ്ങനെ ദൗത്യം തുടരുന്നു. കുംകി ആനയെ കൂടി അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്.